നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ഒരു ജേർണിയിൽ, ഞാനും ഉണ്ട് കൂടെ. എല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നെ വീഡിയോ ക്ലാരിറ്റി ഇല്ലാന്ന് പറയരുത്. പക്ഷെ അത് ഞാൻ നെഗറ്റീവ് രീതിയിൽ അല്ല. മദർഹുഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ജേർണിയാണ്. ഇപ്പൊ ഞാൻ ഇത്രയും ചിരിച്ചുകൊണ്ട് ബ്യൂട്ടിഫുൾ ജേർണിയാണെന്ന് പറയും. പക്ഷേ ആദ്യത്തെ ഫസ്റ്റ് 2 മാസങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു ന്യൂ മോമായിട്ട്. കാരണം അതൊരു ന്യൂ അറ്റ്മോസ്ഫിയർ ആണ്. നമുക്കത് കോപ്പപ്പ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷെ അതിൽ നമ്മൾ ഒന്ന് ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ, നമ്മൾ അതിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ഡേയ്സ് ആയിരിക്കും. ഓരോ മൂമെന്റ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ആസ് എ ന്യൂ മോം നമ്മൾ മാക്സിമം ചെയ്യുന്നത് എന്താണ്? വാവെ എല്ലാ രീതിയിലും നോക്കുന്നത്. വാവയെ കുളിപ്പിക്കുക, ഫുഡ് കൊടുക്കുക, ഫീഡ് ചെയ്യുന്നതാണെങ്കിലും ഫുഡ് കൊടുക്കുന്നതാണെങ്കിലും ഡ്രസ്സിങ് എവറിത്തിങ്. നമ്മുടെ ഫുൾ ഫോക്കസ് ബേബിയുടെ അടുത്തായിരിക്കും. ബേബിക്ക് ഡിസ്കംഫോർട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എല്ലാ കെയറും നമ്മൾ കൊടുക്കും. പക്ഷെ നമ്മളെ കെയർ ചെയ്യോ? ഇല്ല. ശരിക്കും പറയാൻ നമ്മളെ കെയർ ചെയ്യില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് സെൽഫ് കെയർ ടിപ്സ് ആണ് പറയാൻ പോകുന്നത്, സ്പെഷ്യലി ഫോർ ന്യൂ മോംസ്. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് 7 ടിപ്സ് നോക്കാം ഫോർ ന്യൂ മോംസ് സെൽഫ് കെയർ. ഓക്കെ, സെൽഫ് കെയർ ആണ്, ന്യൂ മോംസിനാണ് കുറച്ച് ടിപ്സ് നോക്കാം. ഞാനും ഇപ്പോഴാണ് ആ ഒരു കാര്യത്തിൽ നിന്നും റിക്കവറായി ഇപ്പോൾ ടിപ്സും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഒരു കുറച്ച് എന്താ പറയാ, ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. നിങ്ങൾക്കും ചെയ്യണമെന്ന് തോന്നുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മേക്ക് ചെയ്യുന്നത്. സോ പോവാം. ദ ഫസ്റ്റ് തിങ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഡെലിവറി കഴിയുന്നതും നമ്മളെ വീട്ടില് ആസ് യൂഷ്വൽ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ കാണും. അപ്പൊ അവരെന്തെന്ന് വെച്ചാല് പണ്ടത്തെ ഫുഡ് എന്ന് പറഞ്ഞ് ഒരുപാട് കഴിയും. എസ്പെഷ്യലി ചോറ് ഒരുപാട് തരും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റതാണ്. ഒരുപാട് അവർക്കല്ലേ അറിയാവൂ, അവർക്കല്ലേ എക്സ്പീരിയൻസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ഒക്കെ കഴിച്ച് ഊതി വീർത്തി പരുവായിരിക്കാണ്. പ്രോട്ടീൻസ് കറക്റ്റായി ഇൻടേക്ക്, ഗുഡ് ഫാറ്റ് കറക്റ്റായിട്ട് ഇൻടേക്ക്, വെജിറ്റബിൾസ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, കറക്റ്റാ ബാലൻസ്ഡ്. പക്ഷെ നമുക്ക് വയറ് നിറയുന്ന രീതിയിലുള്ള ഫുഡ്സ് കറക്റ്റായി കഴിക്കും. ആവശ്യമില്ലാതെ വാരി കഴിക്കല്ലേ. പിന്നെ ജങ്ക് ഫുഡ്സും അവോയ്ഡ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബ്രസ്റ്റ് ഫീഡിങ് ആയ മോംസിനൊക്കെ ആ ഒരു മിൽക്ക് സപ്ലൈക്ക് പ്രശ്നമൊന്നും വരത്തില്ല. ആർക്കും ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ചെറിയ വർക്ക്ഔട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റ് ചെയ്യുക, ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക എന്നൊന്നും ഞാൻ പറയില്ല. ചെറിയ ജെന്റൽ വാക്ക്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പാടുണ്ടെങ്കിൽ കുഞ്ഞിനെയും കയ്യിലെടുത്തിട്ട് 2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ട് നടക്ക്, നല്ലതല്ലേ? അങ്ങനെ ചെറിയ വാക്കും ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ കുറച്ച് എനർജി ലെവൽ കൂടാവും, ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. എന്റെ ബോഡി നന്നായിട്ട് അനങ്ങുന്നുണ്ടല്ലോ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, സോ എനിക്ക് ഇനി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മൂഡ് നമ്മളെ മൈൻഡ് അങ്ങ് സെറ്റ് ആവും. ഒരു ഹാപ്പിനെസ് കിട്ടും അറിയുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഷെഡ്യൂൾ ടൈം ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെച്ചേ പറ്റൂ. ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 13 മിനിറ്റ്സ്. എന്റെ കഴിയില്ലേ? ഇത്രയും മിനിറ്റ്സ് മാറ്റി വെക്കേ. അപ്പോ സോ മച്ച് ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ ഈ ഒരു ചെറിയ മിനിറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ലാസ്റ്റുള്ള വീഡിയോസിലൊക്കെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ ചെയ്യും. അത് ബുക്ക് റീഡ് ചെയ്യുന്നതാണെങ്കിലും മ്യൂസിക് ലിസൺ ചെയ്യുന്നതാണെങ്കിലും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങളെ ഹോബീസ് ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് ദേഹം അനങ്ങി ചെയ്യാൻ പറ്റുന്ന ചെറിയ ഹോബീസ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഒരുപാട് പ്ലഷർ തരുന്ന ഹോബീസ്, അതൊക്കെ ഇരുന്ന് ചെയ്യുക. സോ അതിലൊക്കെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. സോ നമുക്ക് ഒരു ഫീല് വരും, ഓക്കെ ഞാൻ എന്നെ കെയർ ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് വരും. ബിഫോർ ബേബിയില് ഉണ്ടായിരുന്ന ആ മൈൻഡ് സെറ്റ് റിട്ടേൺ വരുന്നപ്പോഴും നമുക്ക് ഫീൽ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ഫീൽ ചെയ്തൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. സ്ലീപ്പിംഗ് ടൈം നിങ്ങൾ കണ്ടെത്തണം. നമുക്ക് ഫ്രീക്വന്റ്ലി എണീക്കേണ്ടി വരും, കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടി വരും നൈറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടില്ല. ദാറ്റ്സ് ട്രൂ. അത് നമ്മൾ എത്ര ശ്രമിച്ചാലും മാറില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ ഒരു നാണെങ്കിലും ഫീൽ ചെയ്യണ്ട. പാരന്റ്സിന്റെ അടുത്തോ നമ്മളെ പാർട്ട്ണറിന്റെ അടുത്തോ ഹെൽപ്പ് ചോദിക്കുക. വാവയെ നോക്കാൻ പറയേ. നിങ്ങൾ ഉറങ്ങുക. വാവ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ കൂടെ കിടന്ന് ഉറങ്ങുക. നമ്മൾ വാവ ഉറങ്ങുമ്പോൾ നമുക്ക് കൂടെ കിടന്ന് ഉറങ്ങാൻ തോന്നില്ല. അയ്യോ ഒരുപാട് ജോലിയുണ്ട്, കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തിലേ അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആ തിങ്കിങ് ഒക്കെ മൈൻഡിൽ പോകും. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാല് വേണ്ട, ആ ഒരു തിങ്കിങ് ഒന്നും വേണ്ട. നമ്മളെ ഹെൽത്ത് നോക്കിയേ പറ്റൂ. കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങിയിട്ട് വാവ എണീറ്റതിന് ശേഷം പാർട്ട്ണറിന്റെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ പാർട്ട്ണറിനോട് ഹെൽപ്പ് ചെയ്യാൻ പറയും. രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കും. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രെസ് നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ആവും, ഡൗൺ ആവും. നെക്സ്റ്റ് വൺ, കോണ്ടാക്ട് വിത്ത് അതർ ഫ്രണ്ട്സ് ഓർ പാരന്റ്സ്. നിങ്ങൾ ആ ഒരു സർക്കിളിനുള്ളിലേ നിൽക്കാതിരിക്കുക കേട്ടാ. മോം പിന്നെ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുഞ്ഞിനെ മാത്രമേ നോക്കാൻ ടൈമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സർക്കിളിൽ തന്നെ നിൽക്കാതെ എൻഗേജ് ആയിരിക്കും. പുറത്ത് ഔട്ട്സൈഡിലുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക, ഔട്ട്സൈഡ് പാരന്റ്സിന്റെ അടുത്ത് സംസാരിക്കുക. ഈവൻ നിങ്ങളെ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവരോട് വിളിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുക. നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യും. ചിലപ്പോൾ നമ്മളെ പാരന്റ്സിന്റെ അടുത്ത് പറയാൻ പറ്റും, പാർട്ട്ണറിന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾ.
ചിലവർക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ഷെയർ ചെയ്യാം, അവരോട് ഹെൽപ്പ് ചോദിക്കാം, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാം, അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സർക്കിളിലാണ് ഉള്ളത് എന്നുള്ളൊരു ഫീൽ വരില്ല, ആ ഒരു സ്ട്രെസ് വരില്ല. പിന്നെ ഉള്ളത് ലോ യുവർ എക്സ്പെക്ടേഷൻസ്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കില്ല, അത് ഏത് കാര്യത്തിലാണെങ്കിലും ശരി. ഇപ്പൊ കുഞ്ഞിന്റെ കാര്യത്തിൽ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വേറെ പുറത്തുള്ള വാവയൊക്കെ കമ്പയർ ചെയ്ത് നോക്കാൻ പാടില്ല. ഫസ്റ്റ് നമ്മുടെ കുഞ്ഞ് യൂണിക് ഫോർ us, സോ കമ്പാരിസൺ ആവശ്യമില്ല. എക്സ്പെക്ടേഷൻസ് മറ്റുള്ളവരെ നമ്മളോട് പെരുമാറുന്ന രീതികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് ഒന്നും വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവർ നമുക്ക് തരുന്ന കെയർ, ആ ഒരു ലവ് വന്നിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വാവയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ സ്ട്രെസ്സും ടെൻഷനും കൂടുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. എക്സ്പെക്ടേഷൻസ് ഒന്നും ആവശ്യമില്ല, കൂളർ റിലാക്സ് ആയിരിക്കും. പിന്നെ ഉള്ളത് കറക്റ്റ് ആയിട്ട് ഒരു റുട്ടീൻ ഫോളോ ചെയ്യട്ടാ. ഒരു മോർണിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഫുൾ ഡേ ആണെങ്കിലും ഒരു കറക്റ്റ് റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഇതിൽ കിട്ടും. വാവെ ഈ ടൈമിൽ കുളിപ്പിക്കണം, ഈ ടൈമിൽ ആഹാരം കൊടുക്കണം എന്നുള്ള ഒരു റുട്ടീൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ടൈം കിട്ടും നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ ചെയ്യാനായിട്ട്. സോ ഫോളോ കറക്റ്റ് റുട്ടീൻ. പിന്നെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങളിപ്പം ന്യൂക്ലിയർ ഫാമിലിയിലാണ്, വേറെ ആരും ഇല്ല കുക്ക് ചെയ്യാൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ സിമ്പിൾ മീൽസ് ഒക്കെ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. യൂട്യൂബിലൊക്കെ ഒരുപാട് മീൽസ് റെസിപ്പീസ് ഒക്കെ കാണും, പ്രോട്ടീൻ റിച്ച്ഡ് ആൻഡ് മോമിനൊക്കെ പറ്റിയ നല്ല നല്ല സിമ്പിൾ റെസിപ്പീസ്. ഭാവിയുള്ളത് കൊണ്ട് നമുക്ക് ഹെവി ഉണ്ടാക്കാൻ പാടല്ലേ, അതുകൊണ്ട് ഇതുപോലെ സിമ്പിൾ റെസിപ്പീസ് ഒക്കെ കുക്ക് ചെയ്യുക, ഹാപ്പി ആയിരിക്കും. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ ടിപ്സ് ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം വിചാരിക്കാൻ, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ഒരു ജേർണിയിൽ, ഞാനും ഉണ്ട് കൂടെ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.